കോഴിക്കോട് തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് മുൻപ് കേരള വിഷൻ ന്യൂസിനെ കണ്ടപ്പോൾ പറഞ്ഞ പല വാക്കും യാഥാർത്ഥ്യമായതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കോഴിക്കോട് DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ. കാരണം അദ്ദേഹമാണ് പറഞ്ഞത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ UDF ഭരണം പിടിക്കുമെന്ന്. അത് സാധ്യമായിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായതിനു ശേഷം വീണ്ടും കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ് പ്രവീൺകുമാർ. എല്ലാം ശരിയായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കളുടെ UDF പ്രവർത്തകരുടെയൊക്കെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ വിശ്വാസമുണ്ടായിരുന്നു. അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച പ്രവർത്തകരാണ് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും. പ്രത്യേകിച്ച് ഞങ്ങൾ DCCമാർ, KPC മെമ്പർമാർ, മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, പാർട്ടിയിലെ എല്ലാ ഘടകത്തിലെ ആളുകളും അതിശക്തി പ്രവർത്തിച്ചു. ഒന്നിനൊന്ന് മെച്ചമായി ലീഗുകാരും മറ്റു ഘടകം പ്രവർത്തിച്ചു. ആ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലം ലഭിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് നേരത്തെ പ്രതീക്ഷിച്ചത്. സത്യത്തിൽ ഈ റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പ്രതീക്ഷയേക്കാൾ കുറച്ച് അപ്പുറത്ത് ജനം സമ്മാനിച്ചു. ഇന്നലത്തെ ആ രാത്രിയിൽ ആ പ്രതികരണം തരുമ്പോൾ ഇന്ന് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആ പ്രതികരണമാണ് ഫസ്റ്റ് എടുത്തത്. 15 സീറ്റുകൾ ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ നേടുമെന്ന് പറഞ്ഞ് 15 സീറ്റുകൾ നേടി എന്നുള്ളതാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ് ചില വേരിയേഷൻസ് ഉണ്ട്. അപ്പോഴും താങ്കൾ പറഞ്ഞു വാർഡ് വിഭജനവും മറ്റു കാര്യങ്ങളും ചിലപ്പോൾ വെല്ലുവിളിയാകാമെന്ന് കൂടി പറഞ്ഞു. അതിൽ ഏറെക്കുറെ ശരിയായിരിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾ അനുഭവിച്ച ഒരു വെല്ലുവിളി അശാസ്ത്രീയമായ വാർഡ് വിഭജനവും വോട്ടർപ്പടി കൃത്യവുമാണ്. ഇന്നത്തെ ഫലം നോക്കിയാൽ 143 വോട്ടുകൾക്കാണ് UDFന് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടത്. അതിനല്ലേ കാരണം? ജില്ലാ പഞ്ചായത്ത് ജയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഭൂരിഭാഗം പഞ്ചായത്തുകളും 40 പഞ്ചായത്തുകളാണ് UDF, 4 പഞ്ചായത്തുകൾ സമാസമമാണ്. ഏതായാലും LDFൻ്റെ അടിത്തറ തകർന്നു. ഇനി ഞങ്ങളെന്ന് പറഞ്ഞല്ലോ, അവരുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയമാണ്. ഇപ്പോൾ അവർ പരാജയപ്പെട്ടു. പക്ഷേ എല്ലാ കാലത്തേക്കും ഇല്ലാതാവാതിരിക്കാൻ LDF ശ്രദ്ധിക്കണം. CPM നയം മാറ്റണം. കാരണം CPM-ത്തിനെ തോൽപ്പിക്കാനേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ, നശിപ്പിക്കാനില്ല. മറ്റൊന്ന്, BJP ശക്തമായിട്ട് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ വലിയൊരു വെല്ലുവിളിയല്ലേ LDFന് UDFന്? എവിടെയാണ് BJP നഗരത്തിലല്ലാതെ? CPM-ൻ്റെ സഹായത്തോടെ ഡീലിമിറ്റേഷനിൽ കുറച്ച് വാർഡുകൾ ലഭിച്ചു എന്നല്ലാതെ എവിടെയാണ് BJPയുടെ മുന്നേറ്റം? ജില്ലാ പഞ്ചായത്തിലുണ്ടോ? ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടോ? മുനിസിപ്പാലിറ്റിയിലുണ്ടോ? ഗ്രാമപഞ്ചായത്തിലുണ്ടോ? എവിടെയുണ്ട്? നഗരത്തിൽ 4-5 സീറ്റ് അവർക്ക് ലഭിച്ചു. അതിൻ്റെ പ്രകാരം അതിന് സംസാരത്തോട്ട് ഇങ്ങനെ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവരുടെ CPM-ൻ്റെ സഹായത്തോടെ വെട്ടിമുറുക്കി ലഭിച്ച വാർഡുകൾ ജയിച്ചു എന്നല്ലാതെ ഒരു നേട്ടവും BJP ഉണ്ടായിട്ടില്ല. ഈ മേയർ സ്ഥാനാർത്ഥിയെ എന്തായാലും നിർത്തും മത്സരിക്കാൻ വേണ്ടി. പക്ഷേ കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ മറ്റെന്തെങ്കിലും സാധ്യതകൾ പരിശോധിക്കും. ഇപ്പോൾ വളഞ്ഞ വഴിക്കൊന്നുമില്ല. ഞങ്ങൾ ജനവിധി അല്ലാതെ തന്നെ നല്ല വിജയം ജനം സമ്മാനിച്ചു. ഞങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏൽപ്പിക്കാതിലേക്ക് ഏതായാലും ഇപ്പോൾ കിടക്കുന്നില്ല. ഇനി നിയമസഭയുടെ മുന്നൊരുക്കമാണ്. നിയമസഭയിൽ ഞാൻ പറഞ്ഞല്ലോ 13 സീറ്റുണ്ട്. അതിൽ ഞങ്ങളെയും 13 ഔട്ട് ഓഫ് 13 ആണ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ പരമാവധി ജയിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. അന്ന് ഞാൻ വരും. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. അതായത് പ്രവചിച്ച കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ ശരിയാക്കിയ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള റസാഖ് മാസ്റ്റർ കൂടി ഇവിടെ വന്നിട്ട് TT ഇസ്മായിൽ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാക്കളടക്കം ഇവിടെ വന്ന് അവരുടെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. എന്തായാലും അവരോട് കൂടി ചോദിക്കേണ്ടതുണ്ട്, എങ്ങനെ ഈ വിജയത്തെ ലീഗും കാണുന്നെങ്കിൽ? അല്ല, ലീഗ് കാണുന്നത് ഈ ഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താണിത്. കോർപ്പറേഷൻ ഭരണത്തിനും അതുപോലെ സംസ്ഥാന ഭരണത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ്. ആ വിധിയെഴുത്ത് ഈ അട്ടിമറിയിലും ഞങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, വോട്ടർ പട്ടികയിൽ ക്രമക്കേട്, ഡീലിമിറ്റേഷനിൽ അവർക്ക് ഇഷ്ടം പോലെ ചെയ്തു, ഇതെല്ലാം ചെയ്തിട്ടും അവരോടൊപ്പം എത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അവർക്കെതിരായിട്ടുള്ള. അവർ വോട്ട് ചോരി ഇത്രമാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു വോട്ട് നമ്മുടെ മാറാട് 49ാം ഡിവിഷനെ പറ്റി നമ്മൾ പറഞ്ഞു 320 വോട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ബാങ്കാണ്. ഇങ്ങനെ കള്ളവോട്ട് ചേർത്ത് ചെയ്തിരുന്നു. അതുപോലെ പുത്തൂരിൽ, നമ്മുടെ എലത്തൂർ പുത്തൂരിൽ എന്ന് വേണ്ട നമ്മളിവിടെ വോട്ടുള്ളവർ പെരുമണ്ണയിലും പെരുവയലിലും വോട്ടുണ്ട്. ഈ രൂപത്തിൽ വോട്ടർ പട്ടികയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട്, ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ നേടി. അത് മാത്രമല്ല, രാഷ്ട്രീയ വിജയം നമ്മുടെ കേരള അസംബ്ലിയിലേക്ക് കോഴിക്കോട് ജില്ല റെഡിയാണ് എന്ന സന്ദേശമാണ് ജില്ലാ പഞ്ചായത്തിനെ നമ്മൾ ഭരിക്കാൻ പോകുന്നത്. നിയമസഭയിൽ ഇത് തുടരും. അടുത്ത ഞങ്ങൾ മിഷൻ 13 ആണ്. കോഴിക്കോട് ജില്ലയിൽ 13 ഔട്ട് ഓഫ് 13. അതാണ് കൃത്യം. 13 ഔട്ട് ഓഫ് 13 ആണ് ഇനി UDFൻ്റെ മിഷൻ എന്നുള്ളതാണ് UDF നേതാക്കൾ ഒറ്റക്കെട്ടായി പറയുന്നത്. വലിയ ആഹ്ലാദത്തിലാണ് UDF ക്യാമ്പ്. ഈ ആഹ്ലാദം തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.